ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ്. അപ്പോൾ ആ മൂവിയുടെ പേരാണ് ഐ ആം ഗെയിം. അപ്പോൾ നമുക്ക് വീഡിയോ റിയാക്ഷനിലോട്ട് പോകാം. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതവും. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിലും. ഇവിടെ ചിലർ വാഴും. ഇതെന്തുവാ? ഗാംബ്ലിങ്, ഫുള്ളും ഗാംബ്ലിങ് ആയിരിക്കും. ചീട്ടുകളിയില്ല, ചൂതുകളി, ചൈന ടോൺ, ആ ഒരു മോഡല്. പക്ഷെ പണം വരെ അറിയും. ഇയാളെ പടം എന്ന് പറഞ്ഞാൽ പണം മാരി അറിയണ ഒരു മൂവിയാണ്. എല്ലാ മൂവിയും അങ്ങനെയാണ്. ഫസ്റ്റ് മൂവി തൊട്ട് ഇപ്പൊ ഉള്ള മൂവി വരെ അത് തന്നെ. ഫസ്റ്റ് മൂവി അത് മറ്റേ ഈ സെക്കൻഡ് ഷോയാ. അത് എല്ലാത്തിനും പണം വെച്ചുള്ള കളിയാണല്ലേ? അതെ, നമുക്ക് ബാക്കി കാണാം. ചിലർ വീഴുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ് വരെ തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത ഒരു രഹസ്യമാണ് ഗാംബ്ലിങ്ങിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. പക്ഷെ ഇതൊരിക്കും ദുൽഖറിനെ കാണിച്ചില്ലല്ലോ. ദുൽഖറിനെ ഇതാ കാണിച്ചില്ല. ഇപ്പം ഒരു ഗെയിമിൽ കാണിച്ചില്ല. അതില് പറയണ കേട്ടാ, ഗാംബ്ലിങ്ങിന് എന്തോ ഒരു ഇതുണ്ടെന്ന് കളിക്കാൻ അറിയാവുള്ള ആൾക്കാർക്ക്. ഇതെന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് എന്ന് വെച്ചാൽ ചൂതുകളി. കിട്ടി പോയാ പോയി. അതന്നെ ബെറ്റിംഗ്. ഇത് ക്രിക്കറ്റ് ബെറ്റിംഗ്, അതുപോലെ പല പല ബെറ്റിംഗ് വരുമല്ല, അതുമായിരിക്കും. അതില്ല, അതും കാണും. അതും ഇതിന്റെ പാസ്സായിട്ട് വരുമായിരിക്കും. ഇല്ല, ഇത് മൊത്തം അതല്ല, ബെറ്റിംഗ് ആണ്. എല്ലാം വിശ്വസിക്കുന്നത് ലക്കിലാണ്. This is pure algorithm. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുതൽ മൾട്ടി മില്യനേഴ്സ് അടക്കം മൊത്തം ആളുകൾ ഇവിടുത്തെ പ്ലേയേഴ്സാണ്. നല്ല ട്യൂൺ കേട്ടാ, നല്ല രസമാണ് ട്യൂണും. അതുപോലെ അതിൽ കാണിക്കാൻ വിഷ്വലും സൂപ്പറാണ് അല്ലേ. ദുൽഖറിനെ കൊണ്ട് മാത്രമേ ഇങ്ങനെ പറ്റൂ കേട്ടോ. മലയാള സിനിമയിൽ ഇതൊക്കെ വേഷം ചെയ്യാൻ ദുൽഖറിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഒരു റിച്ച് ലുക്ക് ഉണ്ട്. ലുക്കും അത് ചെയ്യണതും അങ്ങനെയാണല്ലോ. പൈസ ആണെങ്കിൽ ഇവിടെ പലതരം ബെറ്റിംഗ് ഉണ്ട്. സ്പോർട്സ് ബെറ്റിംഗ് ഇസ് ഡിഫറെന്റ്. ഓരോ ടീമിൽ ഓരോ പാറ്റേൺ ഉണ്ട്. ക്രിക്കറ്റ് ബെറ്റിംഗ് ഇത് വെച്ചാൽ ഒരു റൺ എടുക്കുമ്പോ ഇത് അടുത്ത ബോളിൽ എത്ര റൺ എടുക്കും അങ്ങനെയൊക്കെ അല്ലേ. ചിലപ്പോ ഫൈനല് അങ്ങനെ ആയിരിക്കും. ഫൈനൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരിക്കൽ വെക്കും, അന്ന് കളി ജയിക്കില്ലെന്ന് വെക്കും. പിന്നെ എത്ര ഒരാൾ എത്ര റൺ എടുക്കും വെക്കും, അങ്ങനെ ഒരാൾ എത്ര വിക്കറ്റ് എടുക്കും വെക്കും. അങ്ങനത്തെ പാറ്റേൺ ഉണ്ട്. അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയാൽ the game is easily predictable. പക്ഷെ കണ്ട എന്ത് ലുക്കാണല്ലേ ചെറുക്കൻ. അതും ഇത് ഞാൻ പറഞ്ഞില്ലേ, ചൈന ടൗൺ അതേപോലത്തെ സംഭവം. ബെറ്റിങ്ങും ലെക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളും ഇങ്ങനെ ഉടായ്പായിരിക്കും ഫുള്ളും. I'm chaos in a tailored suit. ലെവല് ബൈബിളേ. മൂവി ആളാണ് സംവിധായകൻ. പേരൊക്കെ ഇത് കാണിച്ചു. ഫസ്റ്റത്തെ മൂവി അതാണല്ലേ. എന്തോ എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഇത് കൊള്ളാം. നല്ല രസമുള്ള ട്രെയിലർ. I'm Luck's worst habit. നമുക്ക് ആദ്യം ഫസ്റ്റ് ബാറ്റിംഗ് വെച്ച് എല്ലാം പോയുണ്ട്. അതോ ഇവന് ഒരു ടീമുണ്ടെന്ന് തോന്നുന്നു, കുറെ ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി. അത് കുടുങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ പോയി തന്നെ പെട്ടുപോയാ അറിഞ്ഞൂടാ. നോക്കാം. സ്കോർ ഫൈനൽ വിന്നിംഗ്. ടീമിനെല്ലാം ബെറ്റ് വയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് നമ്മൾ ഫസ്റ്റ് തന്നെ ബെറ്റ് വയ്ക്കണം അങ്ങനെയല്ലേ പറഞ്ഞേ. ഓ Doctor, I need your help. എന്തൊന്ന് രക്ഷപ്പെടുത്താനാ? ഹെൽപ്പ് എന്നുവെച്ചാ ഇവര് ഒരു ഇത് ഉടായ്പ കാണിക്കുമ്പം ഇതേ ഉടായ്പിൽ വേറെ ഒന്നും കാണുമല്ലോ. അവരെ പണി കൊടുത്തത് അങ്ങനെ ആയിരിക്കും. ഞാൻ തന്നെ ഒരു പേഷ്യന്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് എ പേഷ്യന്റ്. I'm the ghost at the table. I'm the last card they never saw. Loser. നമ്മുടെ ട്രയലിലുള്ള നടിയാണെന്ന് തോന്നുന്നു. അവളെ പോലെയല്ലേ ഇരിക്കുന്നത്. അവിടെ തന്നെയല്ലേ. പക്ഷേ സൈക്കോയാ, സൈക്കോളജിക്ക് പ്രോബ്ലം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഫോഡായിട്ട് പിന്നെ ആയി കാണണം. ആദ്യം വേറെ അസുഖമായിട്ട് ഒന്നും കാണുന്നില്ലല്ലോ. പക്ഷെ ഇവ ഇത്ര ലുക്കായിട്ടൊക്കെ ഉണ്ടായിട്ട് പിന്നെ എങ്ങനെയാ നോക്കാം. I'm that emotional fool. അത് ചിലപ്പോ ചുമ്മാ മറ്റേ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, അങ്ങനെ ചിലപ്പോ അവര് പറഞ്ഞായിരിക്കും. ഞാൻ പറഞ്ഞു തീർന്നോണ്ട് ഞാൻ വേണ്ട. ഇവന്മാർ ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്. Never give up. I'm gonna settle everyone. അമ്പട കിങ് 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 അതെന്താ അവിടെ എന്ന്. Cheers.
ഇത് ഗാംബ്ലിങ്. എന്നിട്ട് ഇവ തിരിച്ചു വന്നിട്ടാണ് ഇതൊപ്പം ഫൈറ്റ് അടിച്ചു നിരത്തുമല്ലോ അതിനെ. ലക്കി മറ്റേ എന്തുകൊണ്ടല്ലോ ഇവന്റെ ലക്കി ഭാസ്കർ. ലക്കി ഭാസ്കർ അതെ. അതിലുള്ള പോലെ ആയിരിക്കും ലാസ്റ്റ് ആകുമ്പം എല്ലാത്തിനെയും പറ്റിച്ച് അവൻ കടന്നമായി. ரொம்ப போட்டு கன்ஃபியூஸ் பண்ணிக்காத. திஸ் இஸ் ஜஸ்ட் a freaking entertainment. എന്റർടൈൻമെന്റ് അത്രയും വിചാരിച്ചങ്ങ് പോയാൽ മതി. പോയി കയറി കൊടുക്കണം. അവരങ്ങ് അത്തിക്കും. തിയേറ്റർ മൊത്തം കൂടെ കുലിക്കും. ஏண்டா மயக்கம் வருதா? ഇവനായിരിക്കോ പിന്നെ അപ്പുറത്തെ സൈഡ് ഒരാളെ കാണുമല്ലോ. അയാളെ ഇവയാളോ ഇനി പോലീസ് തന്നെയാണോ? ഹീറോ ഇല്ലടാ വില്ല. ചിലപ്പോ പോലീസ് തന്നെ ആവാ. 20 ആഗസ്റ്റ് 20 അടുത്ത മാസം. അപ്പൊ ഇത് 3 പടമാണ് ഒരു ദിവസം. ഏതൊക്കെ കുറെ ഉണ്ടേ. ഒന്ന് നിവിന്റെ, ഒന്ന് രാജുവേട്ടന്റെ, നിവിൻ പോളിയുടെ, മറ്റേ ഇവന്റെ ഇയാളെ പേരെന്ത് ദുൽഖറിന്റെ. അങ്ങനെ എന്തായാലും കൊള്ളാം. അന്ന് ട്രെയിലർ പൊളിക്കും. അതെ, ട്രെയിലർ വേറെ ലെവല്. അടിപൊളി ട്രെയിലർ. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, എന്തൊക്കെയോ പോലെ തോന്നുന്നു. അതെ, എന്നാലും പൊളി സാധനല്ലേ, വൈബ് സാധനം അല്ലേ? എന്തായാലും വരുമ്പോ കാണാം. അതെ.